ഹായ് ഓൾ, വെൽക്കം ടു CC പ്ലസ്. ഞാൻ അനന്തു. ഇപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചൊക്കെ വരുവാണല്ലേ. ഫ്രാക്ഷൻ മുതലായ എല്ലാ മെയിൻ ടോപ്പിക്സുകളും കവർ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് പഠിച്ചു വരുക. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഈ ഡിവിഷൻ അല്ലെങ്കിൽ ഡെസിമൽ ഡിവിഷൻ, റിമൈൻഡർ, കോഷ്യന്റ് ഇതൊക്കെ വരുമ്പോൾ എല്ലാവർക്കും ഒന്ന് പോയി നിൽക്കുക അല്ലെ. ഒന്നും ഇതങ്ങ് മനസ്സിലാവുന്നില്ല. ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോ തെറ്റ് വരുവാണ്. നമുക്കപ്പോൾ അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഡിവിഷൻ ആണ് ഇന്നത്തെ മെയിൻ ടോപ്പിക്. ഓക്കെ അല്ലേ? ഓക്കെ, അതിന് മുമ്പ് ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. നമ്മുടെ 90 ഡേ ക്രാഷ് ബാച്ച് റണ്ണിങ് ആണ്. ഉടനെ ജോയിൻ ചെയ്യുക. കറക്റ്റ് സിലബസിൽ കറക്റ്റായിട്ട് ഓരോ ടോപ്പിക്കുകളും പഠിച്ച് നമുക്ക് പോരാം. നിങ്ങൾക്ക് മോക്ക് എക്സാമും അസസ്മെൻറ്റും അതേപോലെ തന്നെ ഡൗട്ട് ചോദിക്കാനായിട്ട് മെൻറ്റേഴ്സ് ഉണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള എല്ലാ സപ്പോർട്ടും നിങ്ങൾക്കുണ്ട്. ചെയ്യേണ്ടത് എന്താ? ഒറ്റ ഒരു കാര്യം, പഠിക്കുക. പഠിച്ചാൽ സുഖമായിട്ട് നിങ്ങൾക്ക് കിട്ടും. നമുക്ക് എന്താ, നമ്മുടെ ലക്ഷ്യം എന്താ? 80 വരണം. ആദ്യത്തെ 80 റാങ്കിൽ വരണം. കാരണം 80 പേർക്കേ പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് സപ്ലിമെന്ററി ലിസ്റ്റിലേക്കല്ലേ പോവുക. അത് കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പൊ ഈ 80 വരണം. അത് നല്ല റാങ്കോടെ ഒരു ഫസ്റ്റ് ഒക്കെ വരണം എന്ന് തന്നെയല്ലേ എല്ലാവരുടെയും ആഗ്രഹം. കാരണം നമുക്ക് എറണാകുളത്തൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് റാങ്ക് ഒക്കെ എന്ത് അടിപൊളിയായിരുന്നു, എന്ത് ആഘോഷമായിരുന്നു. ഇപ്പൊ എല്ലാവരും മീറ്റപ്പിന്റെ ഒക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതേപോലെ അടുത്ത വർഷം നിങ്ങൾക്ക് വന്ന് മൊമെന്റോ ഒക്കെ വാങ്ങണം, ഫോട്ടോസ് എടുക്കണം, ഇതെല്ലാം ചെയ്യണ്ടേ? ഇപ്പോഴല്ലേ നിങ്ങളുടെ പേരൻസും പ്രൗഡാണ്, നിങ്ങളും പ്രൗഡാണ് അല്ലേ? അപ്പോൾ നമ്മുടെ 90 ഡേ ബാച്ചിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അഡ്മിഷൻ എടുക്കുന്നതിനുമായിട്ട് നമ്മുടെ കോൺടാക്ട് നമ്പറിൽ ഒന്ന് വിളിക്കുക. 9496949929. ഓക്കെ ഓക്കെ, ദെൻ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അതിനു മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഡിവിഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഹരിക്കുക അല്ലേ? അതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേമുകളാണ്. ഡിവൈസർ എന്ന് പറയുന്നത് അല്ലെ, ഡിവൈസർ. അടുത്തതാണ് ഡിവിഡൻഡ്. കോഷ്യന്റ് എന്ന് പറയും. റിമൈൻഡർ കേട്ടോ. ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഇതെങ്ങനെയാ വരുന്നതെന്ന് വെച്ചാൽ, നമ്മളൊരു ഡിവിഷൻ എടുക്കുവാണ്. 11 ഡിവൈഡഡ് ബൈ 2. 5 × 2 10. ബാലൻസ് 1 വന്നു അല്ലേ? ഇനി നോക്കിക്കോ, ഈ 1നെയാണ് നമ്മൾ റിമൈൻഡർ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ 11നെയാണ് നമ്മൾ ഡിവിഡൻഡ്. 5നെയാണ് നമ്മൾ കോഷ്യന്റ് എന്ന് പറയുന്നത്. 5നെയാണ് കോഷ്യന്റ് എന്ന് പറയുന്നത്. ഈ 2നെയാണ് ഡിവൈസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒരു മലയാളം ടേമും കൂടെ ഉണ്ട്. എന്താ? ഹാരകം ആണ് ഡിവൈസർ. ഹാര്യം ആണ് ഡിവിഡൻഡ് കേട്ടോ. ഹാരകം ഡിവൈസർ, ഹാര്യം ഡിവിഡൻഡ്. കോഷ്യന്റിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹരണബലം. ഹരണബലം എന്ന് നമ്മൾ പറയും. അടുത്തത് വരുന്നത് റിമൈൻഡറിനെ നമ്മൾ എന്തെന്ന് പറയും? ശിഷ്ടം എന്ന് പറയും. ഹരണബലവും ശിഷ്ടവും. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അടുത്ത നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് തന്നെ പോവാം. നോക്കിയേ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 13241 ഡിവൈഡഡ് ബൈ 29. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ദേ ഞാൻ ഇപ്പുറത്തേക്ക് മാറ്റി എഴുതുകയാണ്. 13241 ഡിവൈഡഡ് ബൈ 29. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഓപ്ഷനിലേക്ക് ആദ്യം ഒന്ന് ശ്രദ്ധിക്കുക. 456 17 ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഒരെണ്ണം കോഷ്യന്റും ഒരെണ്ണം റിമൈൻഡറും ആയിരിക്കും. ഒന്ന് ശിഷ്ടവും ഒന്ന് ഹരണബലവും ആയിരിക്കും. അപ്പൊ അത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ, ഇങ്ങനത്തെ ഓപ്ഷൻസ് വരുവാണെങ്കിൽ. ഇനി സിംഗിൾ ആയിട്ടുള്ള ആളെ മാത്രമേ തരുന്നുള്ളൂ. ഒന്നെങ്കിൽ റിമൈൻഡർ എന്തെന്നായിരിക്കും, ഇല്ലെങ്കിൽ ഹരണബലം എന്തെന്നായിരിക്കും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഒരെണ്ണേ നമുക്ക് തരത്തുള്ളൂ. രണ്ടും തന്നിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം കോഷ്യന്റും ഒരെണ്ണം റിമൈൻഡറും ആയിരിക്കും. അതെല്ലാവരുടെയും മനസ്സിലുണ്ടാവണം. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഇനി നമുക്ക് ചെയ്യാം. 29 13 ആണ് ഇവിടെ. 2 ആളെ പറ്റില്ല, 3 ആളെ എടുക്കണം അല്ലേ?
അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 29 ഇൻറ്റു ഓപ്ഷനിലെല്ലാം 4 ആയതുകൊണ്ട് നമുക്ക് 4 വെച്ചിട്ട് ചെയ്യാം അല്ലേ. പിന്നെ എന്നോട് എല്ലാ ക്ലാസ്സിലും പിള്ളേർ പറയുന്നുണ്ട് ഈ ടേബിൾ എനിക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മുടെ CC+ന്റെ യൂട്യൂബ് ചാനലിൽ സാർ കുറേ ട്രിക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം 9ന്റെ ടേബിൾ പറയുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ആദ്യം 09 ആണ്, പിന്നെന്താ വരുന്നത് 18, അടുത്തതോ 27 അല്ലേ. ഇതിനൊരു ട്രിക്ക് ഉണ്ടല്ലോ, 1 2 3 4 5 6 7 8 9. ഇത് തിരിച്ചു പോരണ്ടേ, 7 6 5 4 3 2 1 0. കണ്ടോ, ഇതേപോലത്തെ ഓരോ ട്രിക്കുകളും സാർ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. 3ന്റെ ടേബിളിന്, 4ന്റെ ടേബിളിന്, 6ന് 7ന് 8ന് എല്ലാത്തിനും. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഇത് നിങ്ങൾക്ക് മറ്റേ നമ്മൾ പേപ്പറിൽ എഴുതി SOSും അതേപോലെ നമ്മളിങ്ങനെ കട്ട് ചെയ്തൊക്കെ കളിക്കത്തില്ലേ പിള്ളേരെ, അതേപോലെയൊക്കെ കട്ട് ചെയ്ത് കളിക്കുന്നതൊക്കെ രീതിയിലൊക്കെയാണിത്. അപ്പൊ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, നിങ്ങൾ അപ്പോൾ ആ ട്രിക്ക് ഒന്ന് കണ്ടു നോക്ക്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ 29 ഇൻറ്റു 4. ഇനി നിങ്ങൾക്ക് 9 ഇൻറ്റു 4 പെട്ടെന്ന് നോക്കിയേ, 1 2 3 4 36 ആണ്. 6 കൊടുത്തു, 3 മുകളിൽ കൊടുത്തു, 4 ഇൻറ്റു 2 8, 8 പ്ലസ് 3യോ 11, 116 എന്ന് കിട്ടി അല്ലേ. അപ്പൊ അതേ 116 കൊടുത്തു. അപ്പൊ സാർ ഇവിടെ മേളിൽ 4, ഓക്കെ 116 എന്ന് കൊടുത്തു. ഇനി അടുത്തത് നോക്കിക്കേ, അത് കുറയ്ക്കണം. അത് കൂടാതെ നമുക്ക് 5ഉം 8ഉം 2 ആണ്. 5ഉം 8ഉം 2 നമുക്കറിയാം. 29 ഇൻറ്റു 4 ആദ്യം നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. ഇവിടെ 12 വരും, ഇവിടെ 2 വരും, 6 ആർ 12 16 വന്നു അല്ലേ. പറ്റത്തില്ലല്ലോ, പറ്റില്ല. അപ്പോൾ ഒരാൾ താഴത്തേക്ക് ഇറക്കണ്ടേ, 164. 2 വെച്ചിട്ട് പറ്റുമോ, 4 വെച്ചപ്പോൾ നമുക്ക് 116 പറ്റി. അപ്പൊ ഒരിക്കലും 2 പറ്റത്തില്ല, ഒന്നെങ്കിൽ 5ഉം 8ഉം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, 29 ഇൻറ്റു 5 ചെയ്ത് നോക്കുക. 5 വന്നു കേട്ടോ, 45ൽ 5, 4 കൊടുത്തു, 5 ഇൻറ്റു 2 10, 10 പ്ലസ് 4 14, നമുക്ക് 145 എന്ന് വന്നു, 145 എന്ന് വന്നു. അപ്പൊ നമ്മൾ അവിടെ എന്താ എഴുതണ്ടേ, 45 എഴുതണം. ഇപ്പൊ നമുക്കൊരു ഉറപ്പിക്കാം, ഇതുമല്ല എന്തുമല്ല ഇതുമല്ല, ഈ രണ്ടെണ്ണത്തില് ഏതെങ്കിലും ഒന്നായിരിക്കും. അപ്പൊ 456 ആണ് നമുക്ക് ആൻസർ വരണ്ടേന്ന് അറിയാലോ. അപ്പൊ കുറച്ചേ, ഇവിടെ 14 വന്നു, 6ന് 5 വന്നു, 19 വന്നു, ഒന്നെടുത്ത് താഴത്തോട്ട് എഴുതി. ഇനി നമ്മൾ 29 ഇൻറ്റു 6 കൊടുക്കുക. നോക്കിയേ 9 ഇൻറ്റു 6 എത്ര വരും എന്നാ പറഞ്ഞിരിക്കണേ, എത്ര വരും, നമുക്ക് 174 എന്ന് കിട്ടും. 6 മോളിൽ കൊടുക്കണേ, 456. ഇനി 11 ആയി, ഇത് 8 ആയി. 7 പ്ലസ് 4 എത്രയാ, 7 പ്ലസ് 3 10. അപ്പോൾ ഒരെണ്ണം കൂടെ കൂട്ടിയാ 11, 7 വരും നമുക്ക് ഇവിടെ. 18 7 പോയാ 1. അപ്പൊ നമുക്ക് ഇത്രയേ ഉള്ളൂ. വേറെ ഒന്നും വലിച്ചിടാൻ താഴത്തേക്കുണ്ടോ, ആരെങ്കിലും വലിച്ചിടാനുണ്ടോ, ഇല്ല. അപ്പൊ നമുക്ക് എന്താ 17. അപ്പൊ ഏതാ നമുക്ക് ആൻസർ വരുന്നത്, ഏത് ഓപ്ഷനാ നമുക്ക് ആൻസർ വരുന്നേ, എ ആണ് ആൻസർ വരുന്നത്. 456 നമ്മുടെ കോഷ്യന്റ്, ഹരണബലം കോഷ്യന്റ്, റിമൈൻഡർ 17. നോക്കിക്കേ, 456 17. ഇങ്ങനെ വേണം ഡിവിഷൻ ചെയ്യാൻ. ഓക്കെ, ഓക്കെ അല്ലേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 76,348 15 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. നോക്കിക്കേ, 76,348 ഡിവൈഡഡ് ബൈ 15. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്യാൻ പോവാം. 15 76 നമ്മൾ എടുത്തു, 76. അപ്പൊ നോക്കിക്കേ, 15 ഇൻറ്റു, ഇവിടെ നോക്കണേ, ആദ്യമേ ഓപ്ഷൻസ് നോക്കണേ. 5 8 9, 5 0 8 9, 5 8 9 0, 5 2 8 9, എല്ലാത്തിലും 5. അപ്പൊ ആദ്യം എന്ത് തന്നെ നിങ്ങൾ ചെയ്യണം, കൂടുതൽ 15 ഇൻറ്റു 2, 15 ഇൻറ്റു 3, 15 ഇൻറ്റു 4 അങ്ങനെ ഒന്നും ചെയ്യണ്ട. ഓപ്ഷൻസ് വെച്ചിട്ട് നോക്കുക. 5 2 കൊടുത്തു, 5 1 5 6 7, 75 എന്ന് കിട്ടിയോ, 75 75. ഇവിടെ 5 സാറ് കൊടുത്തു. ഇനി 6ന്ന് 5 പോയാലോ 1, 3നെ എടുത്ത് താഴോട്ട് എഴുതി. 15 വലുതും 13 ചെറുതുമാണ്. ഡിവൈസർ വലുതും ഇവിടെയുള്ള ആ ഡിവിഡൻഡിന്റെ നമ്മൾ താഴത്തേക്ക് എടുത്തല്ലോ. അപ്പൊ ഈ 13 ഇവിടെയുള്ള ആള് ചെറുതാണെങ്കിൽ, ഡിവൈസർ വലുതും ഇവിടെയുള്ള ആള് ചെറുതുമാണെങ്കിൽ നമ്മൾ അവിടെ കൊടുക്കുന്ന ആളാണ് 0. മനസ്സിലായോ? ഇവിടെ ചെറുതും ഇവിടെ വലുതെന്നാണോ ഉദ്ദേശിച്ചത്? അല്ല,
ഡിവൈസർ വലുതും ഈ 13ന്റെ അവിടെയുള്ളത് ചെറുതുമാണെങ്കിലാണ് നമ്മൾ 0 കൊടുക്കുക. അതിന് ചെന്ന് പോരുമ്പോൾ അതേപോലെ വേറൊരു ചെറുതും കൂടെ വന്നാൽ അവിടെ നമ്മൾ 0 കൊടുക്കണം കേട്ടോ. ഇപ്പൊ നോക്കിക്കേ 13, ഇനി ആ 4ഉം കൂടെ എടുത്തെഴുതണം, 134. ഇനി നമ്മുടെ ഓപ്ഷനിലേക്ക് തന്നെ പോന്നേ, 50 വരണം. 50 വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏത് ആൻസർ എന്ന് പെട്ടെന്ന് കിട്ടുമല്ലോ. ഏതാ കിട്ടുന്നേ? ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ആൻസർ. 50 കിട്ടിയെങ്കിൽ വേറെ ഒന്നുമില്ല. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം അതായിരിക്കും നമ്മുടെ ആൻസർ എന്ന്. ഒറ്റയടിക്ക് തരില്ല കേട്ടോ, ചിലപ്പം 5098 എന്നൊക്കെ നിങ്ങൾക്ക് തരും തെറ്റിക്കാൻ വേണ്ടി, ഒരു സ്റ്റെപ്പും കൂടെ ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പൊ നോക്കിക്കേ, നമുക്കിനി 8 ആണ് വരേണ്ടതെന്ന് അറിയാം. 15 × 8 നമുക്ക് 120 വന്നു. 120 വന്നു കേട്ടോ, 120. അപ്പൊ നോക്കിക്കേ, 4 വന്നു, 3 2 പോയി കഴിഞ്ഞാൽ 1 എടുത്തെഴുതി, 148, 148 എഴുതി. 15ന്റെ ഇനി നമുക്ക് ഇവിടെ പറഞ്ഞ എന്താ ഉള്ളത്? 9 അല്ലേ? 15 × 9 ചെയ്യുക, 135 എന്ന് കിട്ടിയില്ലേ? 135 എന്ന് കിട്ടി, തീർന്നു. ഇനി നമുക്ക് റിമൈൻഡറാണ് കാണേണ്ടത്. റിമൈൻഡർ 13 ആണ് വരേണ്ടത്. 8ൽ നിന്ന് 5 പോയാൽ 3, 4ൽ നിന്ന് 3 പോയാൽ 1, ഇവിടെ 0 വരും. നമുക്ക് 13 റിമൈൻഡർ കിട്ടി. 13 റിമൈൻഡറും 5089 കോഷ്യന്റ്, 5089 കോഷ്യന്റും 13 റിമൈൻഡറും. ഈ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കും. ഇനി ഈ 13 കഴിഞ്ഞ് നിങ്ങൾ ചെയ്ത് കുറച്ച് പോകാനുണ്ട്. എന്ത് ചെയ്യാം? പോയിന്റ് കൊടുക്കുക. ഇനി 13 കഴിഞ്ഞ് നിങ്ങൾക്ക് പോകണമെങ്കിൽ ആൻസറിൽ പോയിന്റ് കൊടുക്കുക. ആൻസറിൽ 13 കഴിഞ്ഞ് നിങ്ങൾക്ക് പോകണം, പോയിന്റ് വെച്ചിട്ടാ നിങ്ങൾക്ക് ഓപ്ഷൻ ഇല്ലെങ്കിൽ പോയിന്റ് കൊടുക്കുക. ഇവിടെ ഒരു 0 കൊടുക്കണം. നേരെ താഴത്തോട്ട് വലിച്ചു, നേരെ താഴത്തോട്ട് വലിക്കുക. 130, 130 അല്ലേ വന്നിരിക്കണേ? 15 × എന്ത്? 135, 120. അപ്പൊ ഇവിടെ എന്ത് വരും? 0.8. അപ്പൊ നമ്മൾ എന്ത് എഴുതണം? 120 എഴുതണം. 0, 3 ന്ന് 2 പോയ 1, 10, പിന്നെ 0 കൊടുത്ത് താഴത്തേക്ക് കൊണ്ടുവന്നെ 100. 100ൽ വരുമ്പോൾ അങ്ങനെ നമ്മൾ ചെയ്ത് അങ്ങ് പോകും. ഓക്കെ, ഇതാണ് സംഭവം. ഡിവിഷൻ ഇത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിച്ചോ. 2 ദശാംശ സംഖ്യകളുടെ ഗുണനഫലം 23.2 ആണ്. അതിലൊരു സംഖ്യ 3.2 ആയാൽ മറ്റേ സംഖ്യ ഏത്? അല്ലെങ്കിൽ അടുത്ത സംഖ്യ ഏതെന്നായാലും ചോദിക്കാം. അടുത്ത സംഖ്യ കണ്ടുപിടിക്കുക. ദ പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പർ ഈസ് 23.2. പ്രൊഡക്റ്റ് ഓഫ് എന്ന് വെച്ചാൽ അവിടെ മൾട്ടിപ്ലിക്കേഷൻ, ഗുണനഫലം മൾട്ടിപ്ലിക്കേഷന്, ഹരണഫലമാണ് ഡിവിഷൻ കേട്ടോ. ഹരണഫലം ഡിവിഷൻ, ഗുണനഫലം എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ. വൺ ഓഫ് ദ നമ്പർ ഈസ് 3.2. ഒരു നമ്പർ 3.2 ആണെങ്കിൽ അടുത്ത നമ്പർ ഏത് എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം ഏതോ ഒരു 2 സംഖ്യകളെ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് 23.2 എന്ന് കിട്ടിയത്. ഏതോ 2 സംഖ്യകളെ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് 23.2 എന്ന് കിട്ടിയത്. അതിൽ ഒരു സംഖ്യ എന്ന് പറയുന്നത് 3.2 ആണെന്ന് തന്നിട്ടുണ്ട്. ഒരു സംഖ്യ 3.2, ഒരു സംഖ്യ എന്താണെന്ന് അറിയത്തില്ല. ഒരു സംഖ്യനെ x ആയിട്ട് എടുത്തു. ഓക്കെ, അപ്പോൾ ഇനി എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇവിടെയുള്ള മൾട്ടിപ്ലിക്കേഷൻ അപ്പുറം പോകുമ്പോൾ എന്തെന്നാ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഡിവിഷൻ. സോ എക്സ് ഈസ് ഈക്വൽ ടു 23.2 ഡിവൈഡഡ് ബൈ 3.2 എന്ന് കിട്ടി അല്ലേ? ഇത് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? പോയിന്റ് മാറ്റണം അല്ലേ? നമ്മൾ പോയിന്റ് മാറ്റിയില്ല ഡിവൈ. നമുക്ക് പോയിന്റ് ഇട്ടുകൊണ്ടും ഡിവിഷൻ ചെയ്യാം, പോയിന്റ് മാറ്റിയും ഡിവിഷൻ ചെയ്യാം. നമുക്ക് പോയിന്റ് മാറ്റി ഡിവിഷൻ ചെയ്യുന്നതാണ് എളുപ്പം. അതുകൊണ്ട് അത് പഠിച്ചാൽ മതി. മറ്റേത് നിങ്ങൾക്ക് പാടാണ്, അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റ് ഉള്ളതുകൊണ്ട് ഒരു 0 വരുന്നയാൾ 10, മുകളിലും താഴെയും സെയിം 10 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. നോക്കിയാൽ അപ്പോൾ എത്രയാണ് നമുക്ക് ആൻസർ വരുന്നത്? 232 ഡിവൈഡഡ് ബൈ 32 അല്ലേ? 232 ഡിവൈഡഡ് ബൈ 32. അപ്പം നമ്മൾ ചെയ്ത് നോക്കണം. 232 ഡിവൈഡഡ് ബൈ 32. ഓക്കെ, ചെയ്ത് നോക്കിയേ. നമ്മൾ സാധാ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് തന്നെ നിങ്ങൾ നോക്കണം കേട്ടോ, എങ്കിലേ കിട്ടത്തുള്ളൂ. 32 ഇൻറ്റു 23 പറ്റില്ലല്ലോ, 232 വേണ്ടേ? 8 വെച്ച് കഴിയുമ്പോൾ നമുക്ക് 256 വരുന്നത്. അപ്പം 32 ഇൻറ്റു 7 വെച്ച് നോക്കിക്കേ. 7 ഇൻറ്റു 2 14, 4 1, 7 3s are 21 പ്ലസ് 1 22, 224 എന്ന് വന്നു. അപ്പം നോക്കിക്കേ 7
224 കൊടുത്തു. നമുക്ക് 8 എന്ന് കിട്ടി അല്ലേ. 8 + 4 അല്ലേ 12. 12 - 4 കൊടുത്തു. ഇവിടെ 3 എന്നുള്ളത് 2 ആയി, 0 ആയി, ഇവിടെയും 0 ആയി. ഇനി നമുക്ക് എന്തെങ്കിലും എഴുതാനുണ്ടോ? ഇല്ല. അപ്പൊ എന്ത് കൊടുക്കണം? പോയിന്റ് കൊടുക്കണം. 0 താഴത്തോട്ട് 8 വേണം. 32 × 128 വരും. 32 × 2 ചെയ്താലോ? 2 2s are 4, 3 2s are 6. 32 × 3 ചെയ്താലോ? 3 × 2 6, 3 3s are 9. അതും അപ്പുറത്തേക്ക് പോകും. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 32 × 2 ചെയ്യാം അല്ലേ. 2 ചെയ്യാം. 7.2. അപ്പം നമുക്ക് എന്തെന്ന ആൻസർ വരും? 64 എന്ന ആൻസർ വന്നു. ഇനി 10 6 കൊടുത്തു. 8 7 ആയി. 7 ൽ 6 പോയാൽ 1. ഇനി ഒരു 0യും കൂടെ കൊടുത്തു. താഴത്തോട്ട് ഇറക്കി 0 കൊടുത്തത് കണ്ടോ. നേരത്തെ നമ്മൾ ഒറ്റ 0യെ താഴത്തേക്ക് ഇറക്കി കാണിച്ചുള്ളൂ. ഇപ്പം ഇവിടെ പോയിന്റ് ഇട്ടു, ഒരു 0 കൊടുത്തു, താഴോട്ട് ഇറക്കി. പിന്നെയും ചെയ്തു, ഒരു 0 കൊടുത്തു, താഴത്തോട്ട് ഇറക്കി. 160. ഇവിടെ നോക്കിക്കേ, 32 × 5, 15 1 16, 160. അപ്പം ഇവിടെ എന്ത് കിട്ടി? 5 കിട്ടി, 160 കിട്ടി, 0 0 കിട്ടി. അപ്പോൾ എക്സിന്റെ വാല്യൂ എന്താ വരുന്നത്? എന്താണ് എക്സിന്റെ വാല്യൂ വരുന്നത്? യെസ്, എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 7.25 ആയിരിക്കും. എക്സിന്റെ വാല്യൂ 7.25. 7.25നെ 3.2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 23.2 നമുക്ക് കിട്ടുക. അപ്പോൾ ഈ രീതിയിൽ ഡിവിഷൻ ചെയ്തിട്ട് വേണം കണ്ടുപിടിക്കാൻ. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇത് ഈ മല പോലെ ഇങ്ങനെ ചെയ്ത് കൊണ്ടുവരുന്നത് കേട്ടോ, വേറെ ഒന്നുമല്ല. ഓക്കെ, ഇത്രയും ഭാഗം നമ്മൾ ചെയ്ത് പഠിച്ചു. അപ്പോൾ ഇതാണ് ഡിവിഷൻ, ഇതാണ് അതിൻ്റെ സ്റ്റെപ്പ്. ഓക്കെ അല്ലേ? ഒന്നും കൂടെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ കുറച്ച് ബാക്ക് പോയി ഈ പ്രോബ്ലം ഒന്നും കൂടെയും കാണാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. നമുക്ക് ചോദിക്കും എന്ന് പറഞ്ഞ് പോസിബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നിങ്ങളത് നോക്കിയേ പറ്റുള്ളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇഫ് 7328 + a ഈസ് ഈക്വൽ ടു 2493 + 7625, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ. മലയാളത്തിൽ തരുവാണെങ്കിൽ 7328 + a എന്ന് പറയുന്നത് 2493 + 7625 ഈക്വൽ ആണ് എങ്കിൽ എയുടെ വില എന്താ? വില കണ്ടെത്തുക എന്നേ ചോദിക്കത്തുള്ളൂ. ഓപ്ഷൻസും ഉണ്ട്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ആദ്യമേ തന്നെ എടുത്തെഴുതുക. 7328 + a ഈസ് ഈക്വൽ ടു 2493 + 7625. ഇതാണ് വരുന്നത് 7625. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇവരെ രണ്ടുപേരും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതല്ല. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവരെ അങ്ങ് ആഡ് ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? 2493 + 7625. വൺ 10118 എന്ന് കിട്ടി കേട്ടോ. ഈ പാർട്ട് എന്ത് കിട്ടി? 10118 എന്ന് കിട്ടി. 10118 എന്ന് കിട്ടി. ഇനി ബാലൻസ് ഉള്ളത് അങ്ങനെ തന്നെ എഴുതി. 7328 + a, പോയിന്റ് ഒന്നും ഇല്ല കേട്ടോ. 7328 + a. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് എനെ നിർത്തിയിട്ട് ഈ പ്ലസ് ആയിട്ടുള്ള ആൾ അപ്പുറം പോകുമ്പോൾ എന്താവും? മൈനസ് ആവും. അപ്പോൾ പ്ലസ് എനെ അവിടെ നിർത്തിയിട്ട് ഇയാൾ അപ്പുറം പോകുമ്പം 10118 - 7328 എന്ന് വരും അല്ലേ. 7328 എന്ന് വരും. അപ്പോൾ എ കാണാനായിട്ട് എന്താ ചെയ്യേണ്ടത്? സബ്ട്രാക്ട് ചെയ്യണം. 10 1 1 8ൽ നിന്ന് 8 2 3 7. എപ്പോഴും നിങ്ങൾ തെറ്റിക്കുന്ന ഒരു പാർട്ടും കൂടെ ഞാൻ പറയുകയാണ്. നിങ്ങൾ ഇവിടെ നിന്ന് എഴുതും, ലെഫ്റ്റിൽ നിന്ന് എഴുതും. 1ന്റെ താഴെ 7, 0ന്റെ താഴെ 3 2 1, എന്നിട്ട് 1 താഴത്തേക്ക് എഴുതും. ആൻസർ തെറ്റിപ്പോവും. നിങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് അറിയാവുന്നതുകൊണ്ട് നവോദയയിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉറപ്പായിട്ടും അങ്ങനെ കാണും പിള്ളേർ. ഉറപ്പാണ് അങ്ങനെ ചോദിക്കും. നിങ്ങൾ തെറ്റിക്കുമെന്ന് അവർക്ക് അറിയാം. നോക്കിയേ, റൈറ്റിൽ നിന്ന് എപ്പോഴും എഴുതുക. 8 8 0, 8ൽ നിന്ന് 8 പോയി. ഇവിടെ 11 ആക്കി, ഇവിടെ 0 ആയില്ലേ. ഇപ്പം ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ നിന്ന് 1നെ എടുത്തപ്പോൾ ഇവിടെ 10 ആയി. ഈ 10ൽ നിന്ന് 1 അപ്പുറം എടുത്തേക്കുമ്പോൾ ഇവിടെ 9 വന്നു, ഇവിടെ 10 വന്നു. അപ്പം നോക്കിക്കേ, 11ൽ നിന്ന് 2 പോയാൽ എത്രയാ വരിക? 9 വന്നു. ഇനി 10ൽ നിന്ന് 3 പോയാലോ? 7 വന്നു. 9ൽ നിന്ന് 7 പോയാലോ? 2 വന്നു. ഏതാണ് നമ്മുടെ ആൻസർ? ഓപ്ഷൻ എ, 2790. 2790 ആണ് ഈ എയുടെ വാല്യൂ. 7328ന്റെ കൂടെ 2790
2790 കൂട്ടുമ്പോഴാണ് ഈ 2493 പ്ലസ് 7625 ഈക്വൽ ആവുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. എ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇൻറ്റു ആയിട്ടുള്ളത് വരും, സബ്ട്രാക്ഷൻ വരും, ഡിവിഷൻ വരും. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു കാര്യം കൂടെ നോക്കിക്കേ, ഇപ്പോൾ പ്ലസ് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ അത് മൈനസ് ആകും, മൈനസ് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് ചാടുവാണെങ്കിൽ അത് പ്ലസ് ആകും, ഇൻറ്റു ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് ചാടുവാണെങ്കിൽ അത് ഡിവിഷൻ ആകും, ഡിവിഷൻ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്കാണ് ചാടുന്നതെങ്കിൽ അത് ഇൻറ്റു ആകും. ഇത്ര ഒന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ഈ കാര്യങ്ങളാണ് നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പം എല്ലാവരും പോസ്റ്റേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. നമുക്കൊരു വെബിനാർ ഉണ്ട് ഒക്ടോബർ 2 നവോദയ അപ്ലൈ ചെയ്തവർക്ക് വേണ്ടിയുള്ളത്. ചെയ്യാത്ത കുട്ടികൾക്കും ജോയിൻ ചെയ്യാം, കാരണം നമുക്ക് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നവോദയക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് 2 നമ്മൾ വരുന്നുണ്ട്. 8 PM ആണ് ടൈം. 8 PM വെബിനാർ ലിങ്ക് എല്ലാവർക്കും വാട്സപ്പിൽ തരും. അപ്പോൾ ഇതിൽ എന്താ രജിസ്റ്റർ ചെയ്യാനായിട്ട് ചെയ്യേണ്ടത്, നമ്മുടെ ചാറ്റ് ബോക്സിൽ ഒരു ലിങ്ക് കാണും, അതിൽ കയറി എല്ലാവരും രജിസ്റ്റർ ചെയ്യുക. അതിനകത്ത് എന്തൊക്കെയാണോ ചോദിച്ചിട്ടുള്ളത് അതൊന്ന് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. അത്ര മാത്രം ചെയ്താൽ മതി. ബാക്കി നമ്മൾ ഇവിടെ നിന്ന് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. 2 8 PM നമുക്ക് വെബിനാർ വരുന്നത്. മിസ് ചെയ്യാതെ എല്ലാവരും കാണാം. അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം എല്ലാവരും ഞാൻ വെബിനാറിൽ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അതേപോലെ 5th ക്വസ്റ്റ്യൻ നോക്കിക്കേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 4.4 മൈനസ് 44.04 പ്ലസ് 444.004. ഇപ്പോഴും നിങ്ങൾ പോയിന്റ് കഴിഞ്ഞിട്ടുള്ളത് വായിക്കുമ്പോൾ 04 എന്ന് വായിക്കണം കേട്ടോ. അല്ലാതെ 4 പോയിന്റ് ഇപ്പം നമുക്ക് വലിയൊരു ഡിജിറ്റ് തരുക. എല്ലാവരും ഇത് ചെയ്യുന്ന ഞാൻ മിസ്റ്റേക്ക് കേട്ടിട്ടുണ്ട്. 444.25 എന്ന് വായിക്കും, 25 എന്ന് വായിക്കും. ഇത് പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ആൾ നമ്മൾ 25 എന്ന് തന്നെ വായിക്കണം കേട്ടോ. എങ്കിലേ അത് വായിക്കേണ്ട കറക്റ്റായ മെത്തേഡ് അതാണ്. അപ്പം നോക്കിക്കേ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്ന് ആദ്യമേ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി 4.4 മൈനസ് 44.04 പ്ലസ് 444.004. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വെറും 4.4 അല്ലെങ്കിൽ വെറും ഒരു നമ്പർ ആണെങ്കിൽ അത് പ്ലസ് 4.4 ആയിരിക്കും. അപ്പോൾ നോക്കിക്കേ, പ്ലസ് 4.4നെയും ഈ 444.004നെയും കൂടെ ആദ്യം ആഡ് ചെയ്യണം. നോക്കിക്കേ, 444.004 പ്ലസ് ഇനി എന്താ ചെയ്യേണ്ടത്, 4.4. നമ്മൾ റൈറ്റിൽ നിന്ന് എഴുതാൻ പറഞ്ഞാലും പോയിന്റ്സിന്റെ കാര്യം വരുമ്പം പോയിന്റുകൾ എപ്പോഴും ഒരേ ലൈനിൽ താഴെ വരണവരാ. ഇവിടെ ആൻസറിൽ ഇവിടെ ആയിരിക്കും പോയിന്റ് വരിക. ഇനി ആഡ് ചെയ്തേ, ഇവിടെ 4, ഇവിടെ 0, ഇവിടെ 4, 4 + 4 8, വീണ്ടും ഒരു 4, ഇവിടെ ഒരു 4, 448.404 എന്ന് കിട്ടി. ഇനി ഈ ആൻസറിൽ നിന്ന് വേണം 44.04 കുറയ്ക്കാൻ. നോക്കിക്കേ, 448.408 മൈനസ് ചെയ്യണം എന്ത്, 44 പോയിന്റ്. അപ്പൊ 44 പോയിന്റ് ഒരേ ലൈനിൽ വന്നേ 04. ഇനി ഇത് കുറയ്ക്കണം. 8 നേരെ താഴത്തോട്ട് എഴുതി, ഇത് 10 ആയി, ഇത് 3 ആയി. 10ൽ നിന്ന് 4 പോയ 6, 3 അതേപടി താഴത്തോട്ട് എഴുതി. 8ൽ നിന്ന് 4 പോയ 4, 4ൽ നിന്ന് 4 പോയ 0, 4. അപ്പൊ നമുക്ക് ആൻസർ എന്തെന്ന് കിട്ടി, 404.368. അപ്പൊ ഏതാ നമുക്ക് ആൻസർ വരുന്നത്, 404.368 ആണ് കേട്ടോ വരുന്നത്. 404.368 ആണ് നമുക്ക് ആൻസർ ആയിട്ട്. അല്ല, ഇവിടെ നമുക്ക് കിട്ടിയത് 8 അല്ല, 404 ആണ്. സോ നമുക്ക് ഇവിടെയും വരുന്നത് 4 ആണ് കേട്ടോ. ആൻസർ കറക്റ്റ് ആണ്. ഇത് തന്നെയാണ് നമുക്ക് വരുന്നത്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. എന്താ വരുന്നത്, 404.364. ഇത് തന്നെയാണ് സാർ. ഇവിടെ എഴുതിയപ്പോൾ മാറിപ്പോയതാ. ഇവിടെ കറക്റ്റ് വന്നു. ഇവിടെ 8 സാർ എഴുതി, ഇവിടെയും 4 തന്നെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് 4 തന്നെയാണല്ലോ, തീർച്ചയായും താഴത്തേക്ക് 4 തന്നെ വരും. അപ്പൊ നമുക്ക് 404.364 എന്ന് വരും. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ രീതിയിൽ വേണം കേട്ടോ ചെയ്യാൻ. ഓക്കെ, ഇപ്പൊ ഇതൊരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും കമന്റ് ബോക്സിൽ ഇതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് ഇടണം. 436.7 ഡിവൈഡഡ് ബൈ 124.007. ഇതാണ് ക്വസ്റ്റ്യൻ. 436.7 ഡിവൈഡഡ് ബൈ 124.007. അപ്പൊ ഇതെല്ലാവരും നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വെബിനാറിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം, നവോദയ അപ്ലൈ ചെയ്തവർക്കും എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.
അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് സാർ വീണ്ടും വരാം. സ്റ്റേ ട്യൂൺ.